ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലുടനീളം നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നാളികേരം. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പൊ നാളികേരം ഇഷ്ടം പോലെ അവൈലബിൾ ആണ് സെയിലിന് അല്ലേ. ഒരു കിലോന് 45 രൂപ 50 രൂപ വരെ റേറ്റ് വരുന്നുണ്ട് ഒരു കിലോന്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചകിരി തൊണ്ടൊക്കെ വേർതിരിച്ച് നാളികേരം തന്നെയായിട്ടാണ് വെക്കുന്നത്. അപ്പോഴാണ് അതിന്റെ കറക്റ്റ് എക്സാക്ട് വെയിറ്റ് നമുക്ക് മെഷർമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നാളികേരം നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഒരു ബിസിനസ് നാളികേരം വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അങ്ങനെ ഒരു ഐഡിയ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ എല്ലാവരും വീട്ടിലും നാളികേരം പൊതിക്കാൻ ഒരു ആയുധം ഉണ്ടാവില്ല. ഇങ്ങനെ കുത്തി പൊതിക്കണ ഒരു മെഷീനല്ല, ഒരു ഇരുമ്പിന്റെ ഒരു ആയുധം ഉണ്ടാവും. അപ്പൊ അതില് നമുക്ക് മാക്സിമം പോയ ഒരു ദിവസം 15 എണ്ണം 20 എണ്ണം ഒക്കെ പൊതിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് പൊതിക്കണം. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നാളികേരത്തിന്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നാളികേരം പൊതിക്കാൻ ഒരു മെഷീൻ ആവശ്യമായി വരും. അപ്പൊ ഇന്ത്യ മാർട്ട് പോലത്തെ ഹോൾസെയിൽ ഷോപ്പിംഗ് ആപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെഷീൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഏകദേശം 80,000 രൂപ തൊട്ട് 1,00,000 രൂപ വരെയാണ് അതിന് റേറ്റ് വരുന്നത്. ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്ന മെഷീനുണ്ട്, അതുപോലെ തന്നെ ഡീസലിൽ വർക്ക് ചെയ്യുന്ന മെഷീനുണ്ട്. അത് ഓരോരുത്തരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണത് ഏതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. എപ്പോഴും നമ്മൾ ഒരു മെഷീൻ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇന്ത്യ മാർട്ട് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം, നമ്മൾ നേരിട്ട് പോയിട്ട് അതിന്റെ വർക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അറിയായിരിക്കും. അങ്ങനെ നോക്കിയിട്ട് മേടിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അവർ ആ മെഷീൻ എത്ര നാള് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി മേടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നേരിട്ട് ചെന്ന് മേടിക്കാനായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ മെഷീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറിൽ ഏകദേശം 1000 നാളികേരം വരെ പൊതിച്ചെടുക്കാൻ പറ്റും. കാരണം ഈ മെഷീൻ മേടിക്കുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് അതാണ്. കാരണം നമ്മൾ ഒരു ദിവസം നിന്ന് പൊതിക്കണ നാളികേരത്തേക്കാളും ഡബിൾ മടങ്ങായിട്ട് നമുക്ക് ഒരു മണിക്കൂറിൽ 1000 നാളികേരം വരെ പൊതിക്കാൻ പറ്റും. അത് നമുക്ക് ലോക്കൽ മാർക്കറ്റ്, അങ്ങനെ പൊതിക്കുന്ന നാളികേരം നമുക്ക് ലോക്കൽ മാർക്കറ്റുകളിൽ കൊടുക്കാം, സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാം. അതിലും പുറമെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വരെ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നാളികേരം. ഇതിനും പുറമെ ഈ ബിസിനസ്സിൽ വേറൊരു ഐഡിയ എന്ന് പറയുന്നത്, ഈ മെഷീൻ നമുക്ക് റെന്റിന് കൊടുക്കാം, ഡെയിലി റെന്റിന് കൊടുക്കാം. അതിലെല്ലാം അവേഴ്സ്, ഒരു മണിക്കൂറിന് ഇത്ര രൂപ ചാർജ് വെച്ച് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. കാരണം ഒന്നല്ലെങ്കിൽ നാളികേരം വെച്ച് വല്ല ബിസിനസ് ചെയ്യുന്ന ഷോപ്പുകൾക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ബൾക്കായിട്ട് നാളികേരം പൊതിക്കണം എന്നുള്ള ആൾക്കാർക്കും നമുക്കിത് റെന്റിന് കൊടുത്ത ഒരു എമൗണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ കൂടി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഈ നാളികേരം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ് ഡെസിഗ്നേറ്റ് കോക്കനട്ട്, അതുപോലെ തന്നെ തേങ്ങാ ചട്നി, തേങ്ങാ പീര, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കണതിന്റെ മെത്തേഡൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളികേരം നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സാധ്യതയും കൂടി ഉണ്ടെന്ന് ഞാൻ പറയണമെന്ന് മാത്രമല്ല. അങ്ങനെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട്, തേങ്ങാ ചട്നി, തേങ്ങാ പീര, അങ്ങനെ എന്തെങ്കിലും ഫുഡായിട്ട് റിലേറ്റ് ചെയ്തായിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ രജിസ്റ്റർ ചെയ്യാണ്. നമുക്ക് GST കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിഗ്ഗി, സൊമാറ്റോ വഴി സെയിൽ ചെയ്യാൻ പറ്റും. അതിലും പുറമെ ഈ ഡെസിഗ്നേറ്റഡ് കോക്കനറ്റ് ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ 3 തരത്തില് നമുക്ക് നാളികേരമായിട്ട് നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ സെയിൽ ചെയ്യാം. അതിലും പുറമെ മെഷീൻ റെന്റിനും കൊടുത്തിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അതിലും പുറമെ ഇതുപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടും നമുക്ക് നാളികേരം വെച്ചൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ 3 ഐഡിയയും ഒറ്റ പ്രൊഡക്റ്റിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.